How many times must a cannonball fly? Cannonball. Cannon. You have seen that. Pirangi. Okay. Cannonball. Pirangi undagal. അപ്പോൾ പീരങ്കി ഉണ്ടാക്കിക്കൊണ്ടതിൻ്റെ വണ്ടിയാണ്. ആ വണ്ടിക്കകത്താണ് ഒരു കുഴൽ പോലെ ഇങ്ങനെ കളിപ്പിച്ച് സിനിമയിലേക്ക് കണ്ടിരിക്കും. അതിനകത്താണ് വലിയ വെടിയുണ്ടായിട്ടിട്ട് ഫയർ ചെയ്യുന്നത്. ഓക്കെ ദാൻ ക്യാനോൺ ബാൾ ആൻഡ് ഓൾഡ് ടൈപ്പ് ഓഫ് ലാർജ് ഹെവി ഗൺ യൂഷ്വലി വീൽസ് ദാറ്റ് ഫയർഡ് സോളിഡ് മെറ്റൽ ഓഫ് സ്റ്റോൺ ബാൾ. കല്ല് പോലുള്ള ഈ അതൊക്കെ കുത്തി അതിനകത്ത് കയറ്റിയിട്ട് ഫയർ ചെയ്യുന്നത് ചെന്ന് നേരെ പോകുന്നത് പീരങ്കിപ്പടം. ഓക്കെ. അപ്പോൾ ഈ പീരങ്കിപ്പട എപ്പോഴും തീ തുപ്പാൻ ഉപയോഗിക്കുക. എന്താണ്? ഇറ്റ് ഷോസ് വാർ. അപ്പോൾ അത് ഏതിൻ്റെ പ്രതിരൂപമാണ്? The cannonball, it is the representative of war. അപ്പോൾ യുദ്ധത്തിൻ്റെ പ്രതിനിധിയാണത് എന്ന് പറഞ്ഞാൽ ഹിയർ ആൾവേസ് വി സീ വയലൻസ്. എന്നും വയലൻസ് നടക്കുന്നു, സമാധാനമില്ല. അപ്പോൾ ഈ വയലൻസ് ഇവിടെ ഉണ്ടാകുന്നു. യെസ്, ഹൗ മെനി ടൈംസ് മസ്റ്റ് എ cannonball ഫ്ലൈ ബിഫോർ ദേ ഫോർ എവർ ബൺ. എന്നേക്കുമായി. ആൻഡ് ബാൻ ചെയ്യുന്ന പ്രൊഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. അപ്പോൾ ഇത് നിരോധിക്കുന്നതിന് മുമ്പ് എത്ര കാലം ഇത് ചീറിപ്പാഞ്ഞിരിക്കും ഒരു നിരോധനം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ യുദ്ധം അവസാനിക്കും. We have to put an end to it. And how long it will go on, how long it will continue. So the poet says that. Understand? So here certain images are used here. Look at them. A man, you see that. A man means the mass, the people, those who are suppressed and oppressed. Okay. Then a dove, you see that, a beautiful image, a dove. But dove is the representative of peace. Then another also we are going to see next. And sea, we have said sea, that is freedom, that is the representative of sea. The cannonball, that is violence. You know, about these are the pictures we have seen there. A beautiful and images are quite. മനോഹരമായ വർണ്ണനകൾ, ബിംബങ്ങൾ കവി ഇവിടെ കൊണ്ടുവന്നിരിക്കും. എന്തിനാണ്? അതിനെ കൂടുതൽ ആസ്വാദ്യകരമാക്കുവാൻ, മനോഹരമാക്കുവാൻ വേണ്ടി ബിംബങ്ങൾ. അത് കവിതയുടെ പ്രത്യേകതയാണ്. കവി ഉപയോഗിക്കുന്ന ചില വിദ്യകളാണ്. അപ്പോൾ അതെങ്ങനെയുള്ള ഇമേജസ് ആണ്. ഇമേജസ് പല രൂപത്തിലുള്ള ആയിരിക്കാം. ഓക്കെ. ദെൻ വിഷ്വൽ ഇമേജ് കാണാം, ദെൻ ഓഡിയേറ്ററി ഇമേജ് കാണാം, ടാക്റ്റിൽ ഇമേജ് കാണാം, olfactory image കാണാം. There are so many type of images the poet can be used to. Okay, look at the poem once again. How many roads must a man? There is a question. Look at here. How many questions are there in the first stanza? What are they? Question. How many questions are there? You have seen the how many questions? 3 questions are. How many questions are there? 3 questions. What are they? You underline in your text. How many roads must a man walk down before you call him a man? That is a first question. Second, how many seas must a white dove sail before she sleeps in the sand? Another one, yes. And how many times must a cannonball fly before they are forever? Well, 3 questions are here. Understand? 3 questions are here. അപ്പോൾ ഈ കവിതയിൽ ഒരു മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കുവാൻ, നല്ലവനാക്കുവാൻ ഒരുപാട് അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, മനുഷ്യനെന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കും ഈ രൂപവും മാത്രം പോരാ, അവൻ്റെ മനുഷ്യത്വം ഉണ്ടാകണം, അവനെ ഹ്യൂമാനിറ്റി. അപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ, അല്ലാതെ അവൻ ഹ്യൂമൻ അല്ല. റോഡ്സ്. ദെൻ ഹൗ മെനി സീസ് മസ്റ്റ് a white dove we have seen that it is the representative of then peace, സമാധാനത്തിൻ്റെ പ്രതീകം. sea is the representative of freedom before she sleeps in the sand. നമുക്കെന്നെ അനന്തകരമായി നമ്മുടെ വീട്ടിലൊന്ന് നിദ്ര കൊള്ളണമെങ്കിൽ അടിപിടി അക്രമമൊന്നുമില്ലാതെ സമാധാനമുള്ളൊരു അന്തരീക്ഷം നമുക്കുണ്ടാകണം. ഇല്ലാത്തടത്തോളം കാലം എന്തുണ്ടായിരുന്നാലും നമുക്ക് മനസ്സിന് ശാന്തി കിട്ടില്ല, അതെപ്പോൾ കിട്ടും. ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ cannonball ഫ്ലൈ ബിഫോർ ദേ ആർ ഫാർ. അപ്പോൾ ഈ ബാൻ ചെയ്യുന്ന സമയത്ത്, നിരോധിക്കുന്നതിന് മുമ്പ്, ഹൗ മച്ച് ടൈം ഇറ്റ് ഹാസ് യൂസ്ഡ് ഇറ്റ് cannonballs ഫ്ലൈ
അത് പറഞ്ഞിരിക്കുകയാണ്. Therefore were bad and cannonballs fly and many times. Do you have any doubt? You get. About how many questions are there? 3 questions. Underline those lines. These are the how many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? അപ്പോൾ ഈ ഭൂമിയിൽ നിലത്ത് അത് തൊടുന്നതിന് മുമ്പ് എത്ര ദൂരം എത്ര കാലം പറന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഹിയർ ആൾസോ the black people are facing the suppression and oppression, injustice and violence and everything. How long they has to endure it? അവർ എത്ര കാലം ഇത് സഹിക്കണം? And when are they going to get freedom? അവർക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നത്? Understand? So the poet appeals and the black people and stand together and fight against injustice, violence. Understand? Violence, suppression, oppression. ഇതിനെതിരെ പോരാടുവാൻ കവി ആഹ്വാനം ചെയ്യുന്നു. Okay. Then come to next line. The answer, my friend, there are 3 questions. The answer is also here. The answer, my friend, is blowing in the wind. So the answer is here, where? In the blowing in the wind. And that means blowing in the wind. That means, and the answer is everywhere. ഈ ഉത്തരം എല്ലായിടത്തും ഉണ്ട്. And everybody knows. എല്ലാവർക്കും അറിയാം ഉത്തരം എന്താണ് അനീതി നിർത്തലാക്കുവാനുള്ള മാർഗം. എല്ലാവർക്കും തുല്യ ഇക്വാളിറ്റി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. അണ്ടർസ്റ്റാൻഡ്? സോ ദേ മസ്റ്റ് ഗീവ് ദം ഫ്രീഡം. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അവരെ തൻ്റെ സഹോദരങ്ങളായി കണക്കൂട്ടുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. അതാണ് അതിൻ്റെ ഉത്തരം. ആൻഡ് എവരിബഡി നോസ് ദ ആൻസർ ബട്ട് നോബഡി പിക്സ് ഇറ്റ് അപ്പ്. പക്ഷേ ആരും അതെടുക്കുന്നില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ എവരിബഡി നോസ് ദ ആൻസർ ബട്ട് നോബഡി റിയാക്ട്. അതിനോട് പ്രതികരിക്കില്ല, കണ്ണു തിരിഞ്ഞു. They shut their eyes. That is okay. Answer, my friend, is blowing in the wind. Blowing in the wind means the answer is everywhere and everybody knows the answer. ഏവർക്കും അറിയാം ഈ ഉത്തരം കാറ്റിനുണ്ട് എന്ന് പറയാം. കാറ്റ് നമുക്ക് എവിടെയും എത്തുന്നു ഈ ലോകത്തിൽ. അതുപോലെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നവനും അറിയാം അതിൻ്റെ ഉത്തരം എന്താണെന്ന്, എങ്ങനെയാണത് വേണ്ടതെന്നും എല്ലാവർക്കും. പക്ഷേ ആരും മിണ്ടുന്നില്ല, എല്ലാവരും കണ്ണടയ്ക്കുന്നു, കണ്ട ഭാവം നടിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. ആൻസർ, മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. The answer is blowing in the wind. But the answer is there. That means everybody knows the answer. And the answer is everywhere. എല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും അറിയാം. But what happened? The authorities and shuts their eyes. Okay. Next word. Another question is also, do these questions demand a specific answer? ഈ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേക ഉത്തരം ആവശ്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേക ഉത്തരം ആവശ്യമുണ്ട്. Everybody knows the answer. What do you call such a question? ഉത്തരം ആൻസർ ആവശ്യമില്ല. അപ്രകാരമുള്ള ചോദ്യങ്ങളെ എന്ത് വിളിക്കുമെന്നാണ്. അപ്പോൾ യു റൈറ്റ് ദെയർ എന്തെല്ലാം. അപ്പോൾ ഡു യു ദീസ് ക്വസ്റ്റ്യൻസ് ഡിമാൻഡ് എനി സ്പെസിഫിക് ആൻസർ? നോ, ഇല്ല. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉത്തരം വേണ്ട, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ചോദ്യങ്ങളെ എന്ത് വിളിക്കുമെന്ന്. ദീസ് ക്വസ്റ്റ്യൻസ് ഡു നോട്ട് ഡിമാൻഡ് എ സ്പെസിഫിക് ആൻസർ. These questions do not want a specific answer. കൃത്യമായ ഒരു ഉത്തരം ആവശ്യമില്ല. Such questions are called open-ended questions. Such questions are called open-ended questions. അപ്പോൾ this is called open-ended question. What do you call it? Open-ended question. Why? Because these type of questions do not need or demand any answer. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ഉത്തരം ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല, വേണ്ട. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് കാൾഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു കാൾ ഇറ്റ്? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ കം ഓൺ. അടുത്ത the third question, look at the side. Why does the writer
say that the answer is blowing in the wind? എന്തുകൊണ്ടാണ് ഉത്തരം കാറ്റിലുണ്ട് എന്ന് പറയുന്നത് എന്താ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ടു ഓൾ. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ടു ഓൾ and it is everywhere. It is known to all and it is everywhere. അതാണ് കാര്യം. It is known to all and it is everywhere. That is the reason. Okay, then shall we pass on to the next stanza? Come on. Yes. And how many years can a mountain exist? A mountain. All of you know mountain meaning. Here the mountain represents freedom. And exists. അപ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം തടഞ്ഞു ബാരിക്കേഡ്, അത് തടഞ്ഞു നിൽക്കുകയാണ്. ഇൻജസ്റ്റിസ് ക്രിയേറ്റിംഗ്. ആൻഡ് മൗണ്ടൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ. സോ ഹിയർ അവർ ഫ്രീഡം ഈസ് പ്രിവെന്റഡ് ആൻഡ് വി ഹാവ് നോ ഫ്രീഡം അറ്റ് ആൾ. ആൻഡ് ഇൻജസ്റ്റിസ് ആൻഡ് സ്റ്റാൻഡ്സ് just like a mountain. ഒരു പർവ്വതത്തെ പോലെ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു, നമുക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്. What we have to do? We have to break it. We have to perish it. നമുക്കതിനെ പൊടിച്ച് തരിപ്പണമാക്കണം, ഇടിച്ച് തകർക്കണം. How many years can mountain exist? എത്ര കാലം നിലനിൽക്കും? നമുക്കറിയാം, ഉൽപ്പന്നമായ എന്തും ഒരു കാലത്ത് നശിക്കും. ആൻഡ് സംടൈംസ് ഇറ്റ് മേ ബി വാഷ്ഡ് ടു ദ സീ. സമുദ്രത്തിലേക്ക് അതിനെ ഒലിപ്പിച്ചു കൊണ്ടുപോകാം. നാളെ സമുദ്രത്തിൽ ചെന്ന് ചേരാം, സമുദ്രത്തിൻ്റെ ഭാഗമാകാം. പറക്കല്ലായി ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് ചെറുതായി തേഞ്ഞ് അവസാനം സമുദ്രത്തിൽ ലയിക്കാം. അതുണ്ടാകും. സോ വാട്ട് വി ഹാവ് ടു ഡു? വി മസ്റ്റ് സ്റ്റാൻഡ് ടുഗദർ ആൻഡ് ഫൈറ്റ് for free. നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാം. If we are separated, union is the strength. ഒരുമിക്കുക, ഐക്യത. Then only we can break the world created before us. So, how many years can a mountain exist before it is washed to the sea? അപ്പോൾ ഈ സമുദ്രത്തിലേക്ക് അത് ചേരുന്നതിന് മുമ്പ് എത്രയോ കാലം അത് നിലനിൽക്കാം. Here we see that, and the freedom is denied. And years together, വർഷങ്ങളായി, we are bearing it. How long we can live here, just like slaves? അടിമകളായി എത്ര കാലം ഇങ്ങനെ നമുക്ക് ജീവിക്കുവാൻ കഴിയും? We have to put an end. അതിന് നമുക്ക് അവസാനിപ്പിക്കണം. So the union of the black people is needed here. Stand together and fight. Okay. Yes, and how many years can some people exist? That means how long we have to exist means how long we have to wait it. How long we have to wait for freedom. And some people exist. ജനം കാത്തിരിക്കണം. That means we have to wait how long? എത്ര കാലം? എന്തിനു വേണ്ടി? For freedom. And how can we wait? So no time. So the poet and appeals them, requests them, come forward and fight against this violence, injustice, suppression, oppression. Understand? ഈ അടിച്ചമർത്തലിന് സ്വാതന്ത്ര്യം നിഷേധിക്കലിന്, ഈ അക്രമത്തിന്, ഈ അനീതിക്ക് ഒരുമിച്ച് നിൽക്കുക. എത്ര കാലം നാം കാത്തിരിക്കും? മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ല. Then come forward and fight. Okay. Before they are allowed to be free. Before they are allowed to be. Can you expect that tomorrow you be free? Or you would get freedom? Can you expect? No. You. And how many times can a man turn his head? How can he turn your head? Those കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുവാൻ
How many? ഒരാൾ കണ്ടൊരു കാഴ്ച, ഒരാൾ വീണ് കിടക്കുന്നു, അവന് കൈ കൊടുക്കണം, പക്ഷെ കണ്ടിട്ട് കാണാത്തത് പോലെ പോവുക. പ്രിട്ടൺ. അപ്പോൾ they pretend they do not see anything what is happening. That means the ruling or the authorities pretend they do not see anything what is happening here. അപ്പോൾ pretension ആണ്, അഭിനയമാണ്. ഓക്കെ. How many times can a man turn his head and pretend that he just doesn't see? He pretends he doesn't see anything. How long? How many times he can? എത്ര കാലം, എത്ര പ്രാവശ്യം അവന് തലതിരിച്ച് നടക്കാൻ കഴിയും ഈ അവസ്ഥ കണ്ടിട്ട്? പത്തറ്റിക് കണ്ടീഷൻ, the hardship, the sufferings, and the violence, the injustice, the suppression, oppression. How long? How many times? അപ്പോൾ എത്ര കാലം ഇവനിങ്ങനെ കഴിയുമെന്നാണ്. Then there are fourth question. How is the question about the mountain related to other two questions in stanza 2? Stanza 2 we have seen. What is stanza 2? Stanza 2 we have seen. It is a question. എങ്ങനെയുള്ളതാണ് such question? Open-ended question. That means it doesn't want or demand any answer. Okay. No, not demand any answer. ഉത്തരം വേണ്ട. That means everybody knows that. അതുപോലെ here, how is the question about the mountain is related to other questions in stanza 2? രണ്ടാമത്തെ ആ ചോദ്യം കണ്ടില്ല, ചോദ്യത്തുമായി എങ്ങനെയുള്ള ബന്ധമുണ്ട്? Mountain has no definite answer. Similarly, the remaining two also have no definite answer. So it doesn't want or demand any specific answer. The mountain represents ego, injustice. You can say the അനീതിയെ കാണിക്കുന്നു, ഈഗോയെ കാണിക്കുന്നു, അവങ്ങളുടെ അഹങ്കാരത്തെ, അവന്മാരുടെ ഹള്ളും ഗർവ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. മനസ്സിലായി? മൗണ്ടൻ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുക. അതെ, വാട്ട് ഈസ് ദാറ്റ്? ഓക്കെ. How many times can a man turn his head and pretend that he doesn't see? എത്ര കാലം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും? എത്ര കാലം പറ്റില്ല? അപ്പോൾ ഒരുപാട് കാലം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലും ഒന്ന് കണ്ടേ മതിയാകുകയുള്ളൂ എന്നാണ്. The answer, my friend, is blowing in the wind. The answer is blowing in. So that is a repetition. അപ്പോൾ the line is repeated. എന്താണ് ആ ലൈൻ ആവർത്തിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? To give much emphasis the central idea of the poem. ആ കവിതയുടെ മുഖ്യമായ ആശയത്തെ ഊന്നിപ്പറയുവാൻ, കൂടുതൽ ഭംഗി കൊടുക്കുവാൻ കവികൾ ഉപയോഗിക്കുന്നവർ. നമുക്കറിയാം, സിനിമാ ഗാനങ്ങളിൽ വീണ്ടും വീണ്ടും ആ വരി, പല്ലവി, അതാണ് പറയുന്നത്, അത് ആവർത്തിക്കപ്പെടുന്നു. All of you know that. The answer, my friend, is blowing in the wind. So the answer is there. That means everybody knows the answer. And also the answer is everywhere. That is all. Okay. Yes. And how many times must a man look up before he can see the sky? And how many times must a man look up? എത്ര പ്രാവശ്യം നോക്കണം തല ഉയർത്തി? എന്ത് കാണാൻ? ആകാശം കാണുവാൻ. See sky before he can see the sky. കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ തല ഉയർത്തി ആകാശം കാണാൻ കുറേ കാലം കഴിയണം. തല ഉയർത്തി നോക്കാൻ ആദ്യം തല പൊങ്ങൂല, ഇങ്ങനെ. അപ്പോൾ എത്ര കാലം വേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിയർ നമുക്കൊന്ന് നിവർന്നു നിൽക്കുവാൻ, സ്റ്റാൻഡ് ഇറക്റ്റ്, സേ ദാറ്റ് വി ആർ ദ സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി, ഈ രാജ്യത്തെ പൗരനാണെന്ന് പറയുവാൻ, ഞെളിഞ്ഞു നിൽക്കുവാൻ എത്ര കാലം. ആൻഡ് സീ ദ സ്കൈ, ആകാശം. ദാറ്റ് മീൻസ് ഉയർച്ച, ദ പ്രോഗ്രസ്. ഇവിടെ സ്കൈക്ക് വേറെ അർത്ഥം കൊടുക്കാം. പ്രോഗ്രസ്, പുരോഗതി. നമുക്ക് പുരോഗതിയില്ല. വി ആർ സോ ടു ബാക്ക്വേർഡ്. We are too backward, and because we are oppressed and suppressed, they are exploiting us. Understand? But that is what is happening. So, and how many times must a man look up before he can see the sky? ആകാശത്തൊന്നേരെ സ്വതന്ത്രമായി നിൽക്കുവാൻ, ഇവിടെ കാലൂന്നുവാൻ, പുരോഗതിയിലെത്തുവാൻ. Yes.
How many ears must one man have before he can hear people's? How long has to wait here and hear the cries of the people and those who are suffering due to hunger, and they want food, they want bread, and they are crying, but you pretend and didn't hear anything. Everything is okay. ഒന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല, ഇവിടെ എല്ലാം സുരക്ഷിതം. പക്ഷെ അപ്പുറത്ത് വിളിക്കുന്നുണ്ട് ആഹാരത്തിന് വേണ്ടി വിരിച്ചെന്ന് പൊരിഞ്ഞ് വിളിക്കുന്ന ആൾക്കാർ. ഹൗ മെനി ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ്. ആൻഡ് അത് കേൾക്കുവാൻ എത്ര കാത് വേണം? നമുക്ക് 2 കാതുണ്ട്. ദെൻ വൈ കാൺട്ട് വി സീ ദാറ്റ്? 2 കാതുകളുണ്ട്, നമുക്ക് കേൾക്കുവാൻ കഴിയും. ഓക്കെ. ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ he can hear people cry? People are crying because of their hardship, because of hunger, but the authorities doesn't care. They didn't hear. അവർ കേട്ടില്ല. That means they pretend. നടിക്കുകയാണ്. Everything is. That is what. So we can't permit it. We can't let it for long. So come forward and fight against injustice, and using our might, using all power, then only you can get. And we have to break the shackles. നമ്മുടെ കൈകളിൽ വിലങ്ങിട്ടിരിക്കുന്ന these shackles, we have to break it. This hand hop, we have to break it. Then come forward. So they appeal to them. Yes. Then another question: who may be the people and man referred in the stanza 2? What is the attitude of the writer towards them? 5th question. Look at the 5th question. People represent a group which those who have no voice. ഒരു ഗ്രൂപ്പിനേക്കാണ്. that means here black people, you know. അപ്പോൾ ഈ ചോദ്യത്തിൽ പറയുന്ന who may be the people and man. ഇവിടെ people എന്നും man എന്നും 2 വാക്ക്. people and man. You must understand it very well, because sometimes it may be asked the word here. People and man referred in the stanza 2. What is the attitude of the writer towards them? You mentioned it. People represents a group which has no voice. ശബ്ദമില്ലാത്തവൻ്റെ, ശബ്ദിക്കാൻ അവകാശമില്ലാത്തവൻ്റെ, ഒന്നും പറയുവാൻ സ്വാതന്ത്ര്യമില്ലാത്തവൻ്റെ, അതിനെ ഗ്രൂപ്പ് റിപ്രസെന്റ്. പീപ്പിൾ എന്ന് പറയുന്നത് mass, that means black people. That means the suppressed and the oppressed people. Then man represent, man എന്ന് പറയുന്നത് അത് represent the modern man who does not see what is happening. The man who pretends and doesn't see anything. ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ആ മനുഷ്യൻ, അതാണ് man എന്ന വാക്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു വാക്ക് you have to see that man and people means the mass, that means the black people, understand, in America. Okay, then come to last stanza. Come on. And the answer, my friend, is blowing in the wind. The answer is in the, about the answer is, where is the answer? The answer is in the wind. Okay, another. Yes. And how many times must a man look up before he can see the sky? അപ്പോൾ ആകാശം കാണുമ്പോൾ എത്ര പ്രാവശ്യം ശ്രമിച്ചാലാണ് എന്ന് പറഞ്ഞാൽ പുരോഗതി നമുക്ക് ലക്ഷ്യമാക്കാൻ കഴിയും. നമുക്ക് പുരോഗതിയിൽ എത്തുവാൻ എത്ര കാലം പ്രയത്നിക്കണം? ഹൗ ലോങ് വി ഹാവ് ടു വർക്ക് ടുഗദർ? യെസ്. ആൻഡ് ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ ദ പീപ്പിൾ? അപ്പോൾ ആൾക്കാരുടെ കരച്ചിൽ കേൾക്കുവാൻ, വേദന കേൾക്കുവാൻ, കാണുവാൻ, കേൾക്കുവാൻ അവൻ്റെ എത്ര കാതുകൾ വേണം? 2 പോരെ? ഒന്നും മതി. ഈ 2 കാതുണ്ടായിട്ടും കേൾക്കുന്നില്ല. എന്തേ? അവൻ പൊട്ടനോ? യെസ്. ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് till he knows that too many people have died? Too many people have died because of hunger, because of violence, because of injustice. Understand? Because of exploitation, because of suppression, because of oppression. Okay. അപ്പോൾ ഇതിൻ്റെ ഫലമായി എത്രയോ ആളുകൾ മരിച്ചു വീണു. ആളുകൾ മരിച്ചു വീണുപോയി എന്ന് പറയുവാൻ, അല്ലെങ്കിൽ കാണുവാൻ. എത്ര പേർ മരിക്കുന്നു? ഒരാൾ മരിച്ചാൽ അവർ കാണില്ല. 10 പേർ മരിച്ചാൽ, 100 പേർ മരിച്ചാൽ, 1000 പേർ മരിച്ചാൽ
അവനെ ആളുകൾ ചത്തു വീണു എന്ന് അറിയുന്നില്ല. How many years then and how many death will it take place till he knows? അവനെ കാണുവാൻ കഴിയണമെങ്കിൽ എത്ര പേർ മരിച്ചു വീണു? And that too many people have died. The answer, my friend, is blowing in the wind. The answer is blowing in the wind. Answer is everywhere and you can understand that. Then another one question, I pick out the lines from the song refer to the denial of civil rights. Underline that lines above that. Is how many times can a man and turn his head and pretend that just doesn't see? That too line. Then come to the last. How many years must one man have before he can hear the cry? And how many days will it take till he knows that too many people have died? I think all of you have understood. Then there is also another question. Then there is a seventh question. What attitude of the people is reflected in the refrain? The answer is blowing in the wind. Refrain, answer is blowing in the wind. People are now ready to find a solution to their problem when the solution is in their hand. About the government can solve the problem. The solution is in their hand. But they do not do it. They do not do it. ഇത് പരിഹരിക്കുവാനുള്ള മാർഗം അവർക്കറിയാം, പക്ഷേ അവരത് ചെയ്യുന്നില്ല എന്നാണ്. വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ? പീപ്പിൾ വി ഹാവ് സീൻ ദാറ്റ് ദ പീപ്പിൾ ഹിയർ ആൻഡ് ആൾസോ ദ പീപ്പിൾ കണ്ടോ, ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ആൻഡ് ദ പീപ്പിൾ റിപ്രസെൻ്റ് എ ഗ്രൂപ്പ് വിച്ച് ഹാസ് നോ വോയിസ്, ശബ്ദമില്ലാത്തവനാണ്. പക്ഷെ അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ഇൻജസ്റ്റിസ്. വി മസ്റ്റ് കം ടുഗദർ. And injustice, violence, suppression, oppression, exploitation, and everything. Understand? They are facing. How long can they bear it? How long they can endure it? They have also a limit to their patience. അവരുടെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. They have lost it. That is why the poet requests them, appeals them, come forward and fight against the injustice. The time is okay. Then I think that all of you have understood the poem very well and read it again and again. An important poem.